കനത്ത മഴയിലും കാറ്റിലും തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലും വ്യാപക നാശനഷ്ടമുണ്ടായി. തിരുവനന്തപുരം കാട്ടാക്കട ആമച്ചാലിൽ നിർധന കുടുംബം താമസിച്ചിരുന്ന വീട് ഭാഗികമായി തകർന്നു. പാറശാലയിൽ തേക്കൊടിഞ്ഞു വീണ വീട് പൂർണ്ണമായും തകർന്നു. പത്തനംതിട്ട മലയാലപ്പുഴയിൽ കാറ്റിലും മഴയിലും വീടിന് മുകളിലേക്ക് മരം വീണ് ഗൃഹനാഥന് പരിക്കേറ്റു. തുടർച്ചയായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് കാട്ടാക്കട ആമച്ചലിൽ നിർധന കുടുംബം താമസിച്ചിരുന്ന വീട് ഭാഗികമായി തകർന്നു. ആനി രാജേഷ് ദമ്പതികളുടെ വീടാണ് കഴിഞ്ഞ ദിവസം രാത്രി ഭാഗികമായി തകർന്നത്. ആനിയും രാജേഷും 2 കുട്ടികളും അപകട സമയത്ത് ഓടി മാറിയതിനാൽ വലിയ അപകടം ഒഴിവായി. രാത്രി ശബ്ദം കേട്ട് ഇങ്ങനെ മോള് എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്കുമാണ് ഈ വീട്ടിലെ ഭാഗം അങ്ങനെ മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അവളെ അമ്മയും വിളിച്ച് പെട്ടെന്ന് ഓടി പുറത്ത് വന്ന് അതിനുശേഷമാണ് ഇങ്ങനെ പിന്നീട് പോയി നോക്കിയപ്പോഴാണ് ഈ വീട്ടിലെ ഭാഗം അത്രയും വീണതാണ് എന്ന് കണ്ടത്. പിന്നെ ഉടൻ തന്നെ ഞങ്ങളെയൊക്കെ വിളിച്ച് അറിയിച്ചതാണ്. പാറശാലയിൽ കനത്ത മഴയിൽ വീടിന് മുകളിൽ തേക്കൊടിഞ്ഞു വീണു. പാറശാല പരശുവയ്ക്കൽ പ്രശാന്ത് ഹരിശ്രീ ദമ്പതികളുടെ വീടിന് മുകളിലാണ് മരമൊടിഞ്ഞു വീണത്. വീട് പൂർണ്ണമായും തകർന്നു. തലനാരിഴയ്ക്കാണ് ദമ്പതികൾ രക്ഷപ്പെട്ടത്. 7:30 ആയപ്പോഴാണ് സംഭവം നടന്നത്. പിന്നെ പെട്ടെന്നൊരു സൗണ്ട് കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ മൊത്തം മഴയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങ് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഈ തേക്കാണ് വീണെന്ന് കണ്ടത്. പിന്നെ ചേട്ടനെ വിളിച്ച് വന്നു പെട്ടെന്ന്. പൊന്മുടി 6-ാം വളവിൽ മരം വീണ് രാവിലെ ഗതാഗത തടസ്സമുണ്ടായി. വിതുര ഫയർഫോഴ്സ് മരം മുറിച്ചു മാറ്റി. ബോണക്കാടും മരം കടപുഴകി വീണു. വഞ്ചിയൂർ പാറ്റൂർ റോഡിലേക്ക് വീണ മരം നഗരസഭ ജീവനക്കാർ മുറിച്ചു നീക്കി. പത്തനംതിട്ട മലയാലപ്പുഴയിൽ കാറ്റിലും മഴയിലും വീടിന് മുകളിലേക്ക് മരം വീണ് ഗൃഹനാഥന് പരിക്കേറ്റു. മലയാലപ്പുഴ താഴം ശ്യാം നിവാസിൽ കൃഷ്ണൻ നായർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ നദിയിലിറങ്ങുന്നതിന് കളക്ടർ വിലക്കേർപ്പെടുത്തി. 24 തിരുവനന്തപുരം.